എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ ജഡായു എർത്ത് സെന്റർ കൊല്ലം. അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അത് വേൾഡിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിശില്പമായിട്ട് അറിയപ്പെടുന്നു. ഇത് ആദ്യമേ തന്നെ വീഡിയോയിൽ കാണുന്നത് അതിൽ എൻട്രൻസ്, പാർക്കിംഗ്, ടിക്കറ്റ് കൗണ്ടറാണ് കാണിച്ചിരിക്കുന്നത്. പാർക്കിങ്ങിന് ഏകദേശം 40 രൂപയാണ്. നല്ലൊരു പാർക്കിംഗ് ആണ് അവിടെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ വന്നന്ന് കുറച്ച് തിരക്ക് കൂടുതലായതുകൊണ്ട് നമുക്ക് കുറച്ച് അവർ പാർക്കിംഗ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മണ്ണിട്ട സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി പാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ വന്നു. ടിക്കറ്റ് കൗണ്ടറിലും കുറച്ച് തിരക്കുണ്ടായിരുന്നു. അവിടെ നിന്ന് എടുത്ത് നമ്മൾ എൻട്രൻസിലോട്ട് കടന്നു. ഇത് 2 സൈഡിലായിട്ടാണ് ഇവർ ടിക്കറ്റ് കൗണ്ടർ വെച്ചിരിക്കുന്നത്. ഒന്ന് നമുക്ക് അങ്ങോട്ടുള്ള എൻട്രൻസിൻ്റെ കൗണ്ടറും അവിടെ ആവശ്യത്തിലധികം തിരക്കുണ്ടായിരുന്നു. ഒരു 40-45 മിനിറ്റ്സ് നിന്നിട്ടാണ് നമുക്കത് കിട്ടിയത്. രണ്ടാമത്തെ നമ്മൾ അകത്തോട്ട് കയറിയിട്ട് നമുക്ക് വാക്കിംഗ് ആണ് നമ്മൾ ചൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് നടന്ന് കയറാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതല്ല നമുക്ക് കേബിൾ കാർ വഴിയാണ് പോകേണ്ടത് ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു വരിയിൽ കൂടെ നിന്ന് ടിക്കറ്റ് എടുക്കാം. ഒരു ഫാമിലിയിൽ എല്ലാവരും പോയി നിൽക്കണ്ട, ഒരാൾ നിന്ന് ടിക്കറ്റ് എടുക്കാൻ മതി, മറ്റുള്ളവരുടെ സൈഡിൽ നിൽക്കാം. അതിന് ശേഷമാണ് നമ്മളെ സെക്യൂരിറ്റി അകത്തേക്ക് കയറ്റി വിടുക. അകത്തേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞാൽ സെക്യൂരിറ്റി വരുന്നതിനനുസരിച്ച് ആൾക്കാർ അറേഞ്ച് ചെയ്തിരിക്കും. അതിനുശേഷം നമുക്ക് കേബിൾ കാറിലോട്ട് നടന്ന് നീങ്ങാവുന്നതാണ്. അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ നീറ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആകെ ഒരു ടോയ്ലറ്റ് മാത്രം ഞാൻ അത്രയ്ക്കൊരു നീറ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. എന്നാലും ഓക്കെ, നോട്ട് ബാഡ്. പക്ഷേ എന്നാലും ഇതിൻ്റെ ഒരു റേഞ്ചിൽ ടോയ്ലറ്റിൻ്റെ സൗകര്യം എത്തിയിട്ടില്ല. ആ ഒരു പഴകിയതിൻ്റെ ഒരു ഇതും പൊട്ടിപ്പൊളിഞ്ഞതും അതൊക്കെ ഡോറുകൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ടും മെയിൻ്റെനൻസ് ചെയ്യാണ്ടുള്ളൊരു ചെറിയൊരു ഇത് തോന്നിയിരുന്നു. ബാക്കി എല്ലാ ഭാഗങ്ങളും വളരെ നീറ്റായിട്ട് നമ്മുടെ ഒരു കേരളത്തിലെ വേറൊരു ടൂറിസ്റ്റ് സ്പോട്ട് മാതിരിയല്ല, അതിനേക്കാളും നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നടന്ന് കേബിൾ കാറിൻ്റെ അവിടെ എത്തി. കേബിൾ കാർ ഒരു 3 എണ്ണം വീതമാണ് വരിക. ഒരു 10 മിനിറ്റ്സ് ഗ്യാപ്പ്, ഒരു 5 മിനിറ്റ്സ് to 10 മിനിറ്റ്സ് ഗ്യാപ്പിൽ ഒരു 3 എണ്ണം വീതം വരും. ഒരു 8 പേർക്ക് ഇരിക്കാവുന്ന ഒരു കേബിൾ കാറിലാണ് 3 എണ്ണം വീതം. ടോട്ടൽ 24 ആൾക്കാർ കയറാം. പക്ഷെ നമുക്ക് അവിടെ നിന്ന് ഒരു വീഡിയോ എടുക്കാൻ കറക്റ്റായിട്ട് പറ്റിയില്ല. ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഇടയിലുള്ള കേബിൾ കാറിലാണ് നമുക്ക് ഇരിക്കാനുള്ള സ്ഥലം കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 സൈഡിലും കേബിൾ കാറിൻ്റെ ഒരു ഇതുണ്ടായിട്ട് അങ്ങനെ ഒരു കറക്റ്റ് ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ സാധിച്ചില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഒരുവിധം നന്നായിട്ട് തന്നെ ബാക്കിയുള്ള സൈഡിലുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ സാധിച്ചു. കേബിൾ കാറിൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്കത് അത്രയ്ക്കൊരു എക്സലൻ്റ് ആയിട്ടൊന്നും തോന്നിയില്ല. നമുക്ക് നടന്ന് കയറുന്നതിന് പകരം ഒരു കേബിൾ കാറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഒരു തണുപ്പുള്ളൊരു സമയമാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നടന്ന് കയറി കഴിഞ്ഞ് ഇതിനേക്കാളും നന്നായിട്ട് കാണാമായിരുന്നു, എൻജോയ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷെ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തില്ല. അത് ചൂടുള്ള സമയത്ത് അതൊന്നും നടക്കില്ല. കാരണം അതിൻ്റെ മുകളിലെത്തിയ വഴിക്ക് തന്നെ നമുക്ക് നല്ല ചൂടെടുത്തു. നമ്മൾ മഴയുള്ളൊരു ദിവസമാണ് അവിടെ എത്തുന്നത് തന്നെ. ടിക്കറ്റ് എടുക്കുന്ന സമയത്തൊക്കെ മഴയായിരുന്നു, മഴച്ചാറലായിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പോൾ ഒരുവിധം നല്ല തണവുള്ള ഒരു ദിവസമാണ് നമ്മൾ ചെല്ലുന്നത്. പക്ഷേ അവിടെ അതിൻ്റെ മുകളിലോട്ട് കയറി അപ്പം മഴയുണ്ടായില്ല, അതോടുകൂടി ചൂട് തുടങ്ങും ചെയ്തു. അപ്പോൾ നടന്ന് കയറുന്നത് അത്ര ഒരു പോസിബിളായിട്ട് തോന്നിയില്ല. ഇതാണ് അതിൻ്റെ ഒരു വ്യൂ. വളരെ നല്ലൊരു വ്യൂ ആയിട്ടുണ്ട്. അവിടുന്ന് താഴ്ത്തി നോക്കിയാലും ഇഷ്ടംമാതിരി കണ്ണെത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന കടലിനെ നമ്മളിങ്ങനെ ഇത് പറയുമല്ലോ, അതേമാതിരി തന്നെ പച്ചപ്പായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പച്ചപ്പ് എടുത്ത് തെളിഞ്ഞ് കാണാനുണ്ട്. നമ്മുടെ വീഡിയോയിൽ അത്രയ്ക്കൊരു ഇത് കാണില്ലേ, മൊബൈലിലാണ് ഷൂട്ട് ചെയ്തത്, അതുകൊണ്ടായിരിക്കാം. നല്ലൊരു ക്യാമറയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതെല്ലാം മൊബൈലിൽ തന്നെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഇതിനേക്കാൾ നന്നായിട്ട് തോന്നുമായിരിക്കും. നമ്മൾ അത്രയ്ക്കൊരു നല്ലൊരു വീഡിയോ ഷൂട്ടർ ഒന്നതൊന്നുമല്ല, ഫോട്ടോഗ്രാഫർ അല്ല ആക്ച്വലി. അങ്ങനെ ഇതാണ് അതിൻ്റെ വ്യൂസ് കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലോട്ടൊരു എൻട്രൻസ് ഉണ്ട് ആക്ച്വലി ഈ ശില്പത്തിൻ്റെ. പക്ഷേ അതെനിക്ക് കയറാൻ പറ്റിയില്ല. കാരണം എന്തോ മെയിൻ്റനൻസ് ആയിട്ട് അതവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. മൊബൈലിൽ മാപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് അവിടെ ഈസി ആയിട്ട് എത്താം. അതുകൊണ്ട് തന്നെ എനിക്കും അങ്ങനെ ഒരു കറക്റ്റ് ഇവിടുന്ന് വരാനോ എവിടുന്നാണ് ബസ് പിടിക്കാതൊന്നും എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ള ഐഡിയ ഇല്ല. ഞാൻ മാപ്പ് ഇട്ടിട്ട് കാറിലാണ് പോകുന്നത്. എൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞാൻ ഇതിൽ വിവരിക്കുന്നില്ല. ഇവിടെ കുറേ ഉണ്ടല്ലോ അല്ലേ, കുറേ കുരങ്ങന്മാരും അവിടെ തന്നെ ചാടി നടക്കുന്നുണ്ട്. പക്ഷേ സെക്യൂരിറ്റികളൊക്കെ അതിനെ കുറേ ഓടിക്കുന്നുണ്ട്, കവണ വെച്ചിട്ട് കല്ല് വെച്ചിട്ട് അടിക്കുന്നുണ്ട് കുരങ്ങന്മാർ അധികം ഇങ്ങോട്ട് വരാണ്ടിരിക്കാനായിട്ട്. എന്നാലും കുരങ്ങന്മാർ സെക്യൂരിറ്റി ഇല്ലാത്ത സ്ഥലത്തും അതിലൊക്കെ ചാടി നടക്കുന്നുണ്ട്.
അങ്ങനെയാണ് ജഡായു എർത്ത് സെൻറ്ററിൻ്റെ വിവരങ്ങൾ. എൻ്റെ ഒരു അനുഭവത്തിലൊരു 1 ടൈം വാച്ചബിൾ. രണ്ടാമതൊന്ന് പോയി കാണുമെന്ന് ചോദിച്ചാൽ ഞാൻ മേ ബി പോകില്ല എന്ന് തന്നെ പറയും. അതിനുള്ളൊരു വ്യൂ ഉള്ളൊരു സ്ഥലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വിവരങ്ങൾ. ഇതിപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേമാതിരി ഇവിടുന്ന് ഇറങ്ങാനായിട്ടും നല്ലൊരു തിരക്ക് ഫീൽ ചെയ്തിരുന്നു. എൻ്റെ സൈഡിൽ തന്നെ ചെറിയൊരു അമ്പലമുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിലോട്ട് എൻ്റർ ചെയ്യാവുന്നതാണ്. ഫ്രീ ആണ്, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് ചെരുപ്പ് അവിടെ ഊരി വെച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ചെരുപ്പ് അവിടെ സൂക്ഷിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. 5 റുപ്പീസാണ് പെർ പെയർ. അപ്പോൾ നമ്മളത് അവിടെ വെച്ച് നമ്മളങ്ങോട്ട് ഇറങ്ങിയിരുന്നു. ജസ്റ്റ് ഒന്ന് ഇതാണ് ലെഫ്റ്റ് സൈഡിലാണ് കാണുന്നത് ഫുഡ് വെയർ കളക്ഷൻ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി ഒരു അമ്പലത്തിൻ്റെ ചുറ്റും കുറേ ഭഗവാന്റെ വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതാണ് ചെറിയ അമ്പലം കാണുന്നത്. മെയിൻ അതിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. ബാക്കിയുള്ള സൈഡിലൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യണമുണ്ടോ ഫോട്ടോ എടുക്കണമുണ്ടോ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സൈഡിലൊക്കെ ചെറിയ ചെറിയ അമ്പലങ്ങളും വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ദിവസവും പൂജയ്ക്ക് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേമാതിരി ചെരുപ്പില്ലാണ്ട് നടക്കാൻ ഒരു ഇത്തിരി പ്രയാസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം കല്ലാണ് മുഴുവൻ. അപ്പോൾ ചെരുപ്പിടാണ്ട് ഇടയ്ക്കൊക്കെ നടക്കണ ഒരാൾക്ക് അത് അത്ര വലിയ കുഴപ്പമില്ല. പക്ഷേ ചെരുപ്പിട്ട് യൂസ് ചെയ്ത ഒരാൾക്കാണെങ്കിൽ അത് നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ കല്ല് തറച്ച് ചെറിയൊരു വേദനയൊക്കെ എടുക്കും. എന്നാലും കുഴപ്പമില്ല. എന്നാലും ജസ്റ്റ് അതൊന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളൂ ഈ വീഡിയോസിൻ്റെ ഇടയിൽ. അപ്പോൾ അവിടെ സെക്യൂരിറ്റി ഒക്കെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ ഈ സൈഡിലൊക്കെ ചെറിയ ചെറിയ വിഗ്രഹങ്ങളും അതൊക്കെ എല്ലാത്തിനും നിലവിളക്കും കൊളുത്തി വെച്ചിട്ടുണ്ട്. എല്ലാം ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവർ. അങ്ങനെ പോകുന്നു. അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അന്ന് വന്ന ദിവസം തന്നെ. കൂടുതലും മലയാളികളെക്കാൾ കൂടുതൽ ഈ പറഞ്ഞ മാതിരി ആന്ധ്രക്കാർ, തമിഴന്മാർ, ബോംബെ, നോർത്ത് ഇന്ത്യൻസ് അവരൊക്കെയാണ് കൂടുതലും. മലയാളികൾ വളരെ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ മലയാളികൾ കുറവായിട്ടാണ് എനിക്ക് അന്ന് ഫീൽ ചെയ്തത്. കുറേ ബസ്സുകളിലും അതേമാതിരി പല വലിയ വലിയ വണ്ടികളിലും ഇഷ്ടംമാതിരി വണ്ടികൾ വരുന്നു. മലയാളികൾക്ക് ഇവിടെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ അത്രയ്ക്കൊരു ഇത് തോന്നില്ല. പക്ഷേ പുറമേലുള്ള ഒരാൾക്ക് അതൊന്നും കൂടി ഒരു ഇതായിട്ട് തോന്നിയിട്ട് എല്ലാവരും വരുന്നത്. നമ്മളതിൽ അങ്ങനെയാണല്ലോ. അടുത്തുള്ള സ്ഥലത്തെ നമ്മൾ കൂടുതൽ തോന്നില്ല. നമുക്ക് അകലെയുള്ള സ്ഥലങ്ങളാണല്ലോ നമുക്ക് കൂടുതൽ ഇത് തോന്നുക. അങ്ങനെ അത് കണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അമ്പലത്തിൻ്റെ അത് കഴിഞ്ഞു. ഇത് വീണ്ടും നമ്മൾ തിരിച്ചിങ്ങോട്ട് കയറി അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വന്നു. അവിടെ ചെറിയൊരു 2 കഫ്റ്റേരിയ അതൊക്കെ അവൈലബിൾ ആണ്. അതിനൊന്ന് നടന്നു വരുമ്പോഴേക്കും നമുക്കൊന്ന് വയ്യാണ്ടാകും. നമുക്ക് അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാനും അതായത് ഫോട്ടോസ് എടുക്കാനും സീനറി ആയിട്ട് ഇങ്ങനെ ചെറിയൊരു മൈതാനം മാതിരി അതും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ ഇരിക്കുക, അതൊക്കെ ഒന്ന് ചെയ്യാം. ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനും അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ചെറിയ ആംബി തിയേറ്റർ മാതിരിയുള്ള ഒരു സ്ഥലങ്ങളൊക്കെയാണ് അവിടെ പോയപ്പോൾ. അന്ന് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. സൈഡിൽ തന്നെ 2 ടോയ്ലറ്റും അത് നല്ല ക്ലീനായിട്ട് വെച്ചിട്ടുണ്ട്. ടോയ്ലറ്റൊക്കെ താഴത്തെ ടോയ്ലറ്റൊക്കെ നന്നായിട്ടുണ്ട്. കാരണം അധികം ആൾക്കാർ യൂസ് ഇല്ല. നല്ല ടോയ്ലറ്റാണ്. അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈ സൈഡിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇരിക്കാം. വേണമെങ്കിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടുള്ള നല്ല സ്ഥലങ്ങളുണ്ട്. ഫോട്ടോസിന് പറ്റിയ കിഡ് വ്യൂ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വേറെ ബാക്കിയുള്ളതിനേക്കാളും ബെറ്ററായിട്ട് എനിക്ക് ഫോട്ടോസ് വ്യൂ നല്ല ഇതായിട്ട് തോന്നി. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ ഇത് ചെയ്യുന്നില്ല. അതൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സെക്യൂരിറ്റി ചെയ്തൊരു ചെറിയ ലിഫ്റ്റാണ്. പക്ഷെ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കേബിൾ കാറിൽ തന്നെ തിരിച്ചിറങ്ങണം. അതിന് നല്ല തിരക്കുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.